കുറേ ആൾക്കാരുണ്ട് പൈസ ഉണ്ടാക്കുന്ന കോടീശ്വരന്മാരാവണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ട്രേഡിങ് നിർത്തിയിട്ട് കോടീശ്വരന്മാരാവുക പറഞ്ഞാൽ നമ്മുടെ ഇമോഷണൽ അത്ര സെറ്റ് ആവണം. മതി. തൽക്കാലം ഇത് റേഞ്ച് ബോണ്ടിലാണ്. ഇത് 1918 റേഞ്ചുകളിൽ. ഞാൻ പറഞ്ഞത് സത്യമല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപൊക്കോട്ടെ. ഞാൻ എന്ത് ചെയ്യാനാ? വളട്ടാലല്ലേ തേങ്ങ ഉണ്ടാവൂ. ഓക്കെ, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്ത വഴി ഞങ്ങൾ ആരും ചാടി കയറി ട്രേഡ് എടുക്കാൻ നിൽക്കരുതേ. അത് കഴിഞ്ഞിട്ടൊരു ഫുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ക്ഷമയോടെ ഇരിക്കുക എന്നുള്ളതാണ് ട്രേഡിങ്ങിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പോൾ നിങ്ങളതൊന്ന് പഠിക്കാം. അപ്പോൾ എന്തായാലും ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ നല്ല ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ക്ഷമയോടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു. എല്ലാം ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ ഒരു കൺസോളേഷൻ സംഭവിക്കട്ടോ. ഈ കൺസോളേഷൻ സംഭവിച്ച് ഈ കൺസോളേഷൻ സ്വീപ്പ് ചെയ്തതിന് ശേഷമുള്ള നമുക്ക് എൻട്രീസ് നമുക്ക് താഴത്തേക്ക് എടുക്കാം. അതെ, കേട്ടിട്ടുണ്ട്. ഇന്നസെന്റ് പറയണ പോലെ വലിയ സംഭവമൊക്കെ ഇങ്ങനെ പറയാ. പ്രോഫിറ്റ് ഒന്നല്ലോട് ഇപ്പോഴും. ഞാനിപ്പോൾ ഇത് പറയട്ടെ, ഇപ്പോൾ യൂട്യൂബിൽ കുറച്ച് എന്തായാലും ഇപ്പോൾ ഇതുമ്പോൾ ഇരിക്കുകയാണ്. ഇമോഷണലി നമ്മളെ ഓക്കെ അല്ല എന്നുണ്ടെങ്കിലല്ലോ നമുക്ക് ട്രേഡൊന്നും ശരിയാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വരി നമുക്കിത് കുറച്ച് നമ്മുടെ ഒരു ഗ്രൂപ്പായിട്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം. നമുക്ക് എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ ട്രേഡിങ് തുടങ്ങി കുറേ ആൾക്കാർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് ഇരുന്നു കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡ് നമുക്ക് ഇതേപോലെ ക്ഷമയോടെ ഇരിക്കാനും ഒക്കെ നമുക്കൊന്ന് പഠിക്കാനും വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി ഫ്രീ ആണ്. നമുക്ക് എല്ലാവരും ചുമ്മാ ഒന്ന് ഡിസ്കോഡിൽ നമ്മുടെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഡിസ്കോഡിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. എന്നാൽ മാത്രമേ പറ്റൂ. അപ്പോൾ നമ്മുടെ കൂടെ കൂടിക്കോ, നമുക്ക് അടിപൊളിയാക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്താ ഇത് ബ്രേക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ പറഞ്ഞ പോലെ കൺസൾട്ടേഷൻ കിട്ടി. അതിന് ശേഷം നമുക്കൊരു സ്വീപ്പ് നടത്തിയിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സെക്ഷൻ കൂടി കിട്ടണം എന്നാൽ ഓക്കെ. അതിന് ശേഷമുള്ള ഈ ഒരു ക്യാൻഡിലിൻ്റെ ഓക്കെ നമുക്കൊരു കൺഫർമേഷൻ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഇതിൽ എൻട്രി കൊടുത്തോ, SL ഇതിൻ്റെ മുകളിൽ കൊടുക്കുക, ഈ ക്യാൻഡിലിന് താഴെ. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് 8 എന്നാണ്. 8 അതിൻ്റെ ആ സ്വിങ്ങിൻ്റെ ഈ ഒരു സ്വിങ്ങിൻ്റെ ലോ ആയിട്ട് വയ്ക്കാം. ഈ സ്വിങ്ങിൻ്റെ ലോ ആയിട്ട് വയ്ക്കാം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് മാർക്കറ്റ് ഓർഡറിൽ വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, എൻട്രി എടുക്കാൻ പറ്റുന്ന ഏരിയയാണ് കേട്ടോ. ധൈര്യമായിട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കണ്ടേ? എന്തായാലും SL ടാർഗറ്റ് എടുത്തു കഴിഞ്ഞില്ലേ, ഇനി എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും നമ്മുടെ ഡയറക്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.